നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇസ്രയേലിന് നേരെ മാത്രമല്ല, ട്രംപിന് നേരെയും ആയുധമെടുത്ത് പോരാടണം. ഗാസ നമ്മുടേതാണ്, ഒരു ഇഞ്ച് ഭൂമി പോലും വിട്ടുകൊടുക്കരുത്. ട്രംപിനെ തീർത്തു കെട്ടണമെന്ന് ആഹ്വാനം ചെയ്ത് മുതിർന്ന ഹമാസ് നേതാവ്. ലോകമെമ്പാടുമുള്ള ഹമാസ് അനുകൂലികളോടാണ് ഇയാൾ ഇക്കാര്യം ആവശ്യപ്പെട്ടിരിക്കുന്നത്. സമി അബു സുഹ്രിയാണ് ഇതിനായി ഹമാസ് അനുകൂലികളുടെ പിന്തുണ അഭ്യർത്ഥിച്ചിരിക്കുന്നത്. എല്ലാവരും ഒത്തുകൂടണമെന്നും ഹമാസിനെ ചേർത്ത് പിടിക്കുന്നവർ ഒന്നായി നിന്നുകൊണ്ട് അമേരിക്കയോടും ഇസ്രയേലിനോടും പോരാടണമെന്നാണ് ഇപ്പോൾ സുഹ്രി ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഗാസ ഏറ്റെടുത്ത് അവിടം ഒരു തീരദേശ സുഖവാസ കേന്ദ്രമാക്കുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചതാണ് ഹമാസിനെ പൊള്ളിക്കുന്നത്. എത്രയും പെട്ടെന്ന് തന്നെ എല്ലാ ഹമാസ് അനുകൂലികളും ഒത്തുകൂടണമെന്നും അമേരിക്കയെ ബോംബിട്ട് തകർക്കണം എന്നുമാണ് സുഹ്രി പറഞ്ഞിരിക്കുന്നത്. ഗാസയിലെ ജനങ്ങൾക്ക് പട്ടിണിയും കൂട്ടക്കൊലയും ഒരുമിച്ച് നൽകാനുള്ള ട്രംപിന്റെ ഈ ക്രൂരമായ പദ്ധതിയെ ലോകമെമ്പാടുമുള്ള ആയുധമെടുക്കാൻ കഴിയുന്ന എല്ലാവരും അതിന് സന്നദ്ധരാകണം എന്നാണ് സുഹ്രി ആവശ്യപ്പെട്ടത്. സ്ഫോടക വസ്തുക്കളും വെടിയുണ്ടകളും കത്തിയും കല്ലും എല്ലാം കയ്യിൽ കരുതണം. എല്ലാവരും നിശബ്ദത വെടിയണമെന്നും ഹമാസ് നേതാവ് ആവശ്യപ്പെട്ടു. ഹമാസ് നേതാക്കളെ ഗാസ വിടാൻ അനുവദിക്കാമെന്ന ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വാഗ്ദാനം വന്നതിന് തൊട്ടു പിന്നാലെയാണ് അബു സുഹ്രി ഈ ആഹ്വാനം നടത്തിയിരിക്കുന്നത്. ഗാസയിലെ യുദ്ധത്തിന്റെ അവസാന ഘട്ടത്തിൽ ഹമാസ് ഭീകരർ നിരായുധരാകണം എന്നും ട്രംപ് ആവശ്യപ്പെട്ടിരുന്നു. ഗാസയിലെ ജനങ്ങളെ ഈജിപ്തിലേക്കും ജോർദാനിലേക്കും മാറ്റിപ്പാർപ്പിക്കാനുള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ചില കാര്യങ്ങൾ നടപ്പാക്കുകയാണെന്ന് അറിയിച്ചിരുന്നു. യുദ്ധാനന്തരം ഇസ്രായേൽ ഗാസയുടെ മൊത്തത്തിലുള്ള സുരക്ഷ ഉറപ്പാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പലസ്തീൻ പ്രദേശത്ത് താമസിക്കുന്ന 2.4 ദശലക്ഷം ആളുകളെ കൂട്ടത്തോടെ കുടിയിറക്കണമെന്ന് ആദ്യം ആഹ്വാനം ചെയ്ത ട്രംപ് സ്വമേധയാ ഉള്ള പദ്ധതി കുടിയേറ്റ പദ്ധതി എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് നടപ്പാക്കാൻ പ്രാപ്തമാക്കുമെന്നും നെതന്യാഹു പറഞ്ഞു. ഗാസയിൽ താമസിക്കുന്ന 2.4 ദശലക്ഷം ആളുകളെ മറ്റ് രാജ്യങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിക്കാനുള്ള ട്രംപിന്റെ നിർദ്ദേശം നടപ്പിലാക്കാൻ പരമാവധി ശ്രമിക്കുമെന്നും നെതന്യാഹു പറഞ്ഞിരുന്നു. എന്നാൽ ഈ നിർദ്ദേശത്തിനെതിരെ പലസ്തീൻ അനുകൂല രാജ്യങ്ങളിൽ നിന്ന് ശക്തമായ എതിർപ്പാണ് ഉയർന്നത്. ഭൂരിപക്ഷം അറബ് രാജ്യങ്ങളും ഈ നിർദ്ദേശത്തെ തള്ളിക്കളഞ്ഞിരുന്നു. കൂടാതെ ഐക്യരാഷ്ട്രസഭയും ഈ നീക്കം വംശീയമായ ഉന്മൂലനത്തിന് കാരണമാകുമെന്ന് വിമർശിച്ചിരുന്നു. എന്നാൽ ഹമാസ് നേതാവിന്റെ ട്രംപിനെതിരെ കൊടുവാളെടുക്കണം എന്നുള്ള ആഹ്വാനം വരുന്നത് അങ്ങേയറ്റം അസന്നിഗ്ധമായ ഒരു കാലഘട്ടത്തിലാണ് എന്നതാണ് മറ്റൊരു പ്രധാന കാര്യം. ഹമാസിന്റെ ഭാഗത്തു നിന്നുണ്ടാകാൻ സാധ്യതയുള്ള പ്രതികാര നടപടികൾ വകവയ്ക്കാതെ ആയിരക്കണക്കിന് ഗാസ നിവാസികളാണ് ഇപ്പോൾ തീവ്രവാദ സംഘടനയ്ക്കെതിരെ ഗാസയിൽ പ്രതിഷേധ റാലികളിൽ പങ്കെടുക്കുന്നത്. കഴിഞ്ഞ ദിവസം ഹമാസ് ഭീകരർ ഒരു പ്രതിഷേധക്കാരനെ തട്ടിക്കൊണ്ടുപോയി ഭീകരമായി മർദ്ദിച്ചതിന് ശേഷം അയാളുടെ വീടിന് മുന്നിൽ ഉപേക്ഷിച്ചത് ഒരു മുന്നറിയിപ്പായിട്ടാണ് കരുതപ്പെടുന്നത്. ഗാസ ഏറ്റെടുക്കുമെന്ന പ്രഖ്യാപനം വന്നതാണ് ഹമാസിനെ പൊള്ളിക്കുന്നത്. എത്രയും പെട്ടെന്ന് ഒന്നുകിൽ ട്രംപിനെയോ അല്ലെങ്കിൽ നെതന്യാഹുവിന്റെയോ തലയെടുക്കണം എന്നുള്ള ആഹ്വാനം ഹമാസിന്റെ മുതിർന്ന നേതാക്കളൊക്കെ ഉയർത്തിവിട്ടിരിക്കുന്നത്. ഇതിനിടെ മറ്റൊരു ഭാഗത്ത് പശ്ചിമേഷ്യ നിന്ന് കത്താൻ പോകുകയാണോ എന്നുള്ള തരത്തിൽ ഭീതി ഉയർത്തിക്കൊണ്ടാണ് ഇറാന്റെയും അമേരിക്കയുടെയും പോർവിളി കനക്കുന്നത്. ഇറാനിൽ ഒരു ബോംബ് വീണാൽ 1000 ബോംബുകൾ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളിൽ വീഴുമെന്ന് ഇറാൻ ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അതായത് ആണവ കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് തയ്യാറായില്ലെങ്കിൽ ഇറാനിൽ ആക്രമണം നടത്തുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് സൈനിക താവളങ്ങളിൽ കയറി ആക്രമണം നടത്തുമെന്ന ഇറാന്റെ ഭീഷണി. ഇതിനായി ഇറാൻ വൻതോതിൽ മിസൈൽ ശേഖരം തയ്യാറാക്കിയിട്ടുണ്ടെന്ന അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. വ്യോമാക്രമണങ്ങളെ ചെറുക്കാൻ രൂപകൽപ്പന ചെയ്ത ഭൂഗർഭ അറകളിലാണ് ഈ മിസൈലുകൾ സൂക്ഷിച്ചിരിക്കുന്നതെന്ന് ദ ടെഹ്റാൻ ടൈംസും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഭൂഗർഭ അറകളിലെ എല്ലാ ലോഞ്ചറുകളും ഇതിനകം ലോഡ് ചെയ്തിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഔദ്യോഗിക വാർത്താ ഏജൻസിയായ ഇറാൻ ഒബ്സർവർ മിസൈൽ ശേഖരം സംബന്ധിച്ച വീഡിയോ തന്നെ പുറത്തുവിട്ടതോടെയാണ് ഇപ്പോൾ അമേരിക്കയും ഇറങ്ങി രംഗത്ത് വന്നിരിക്കുന്നത്. അമേരിക്ക ഇറാനെ ആക്രമിച്ചാൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഡീഗോ ഗാർസിയ ദ്വീപിലെ അമേരിക്ക ബ്രിട്ടൻ സൈനിക താവളം ആക്രമിക്കപ്പെടുമെന്നാണ് ഭീഷണി. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ചാഗോസ് ദ്വീപ സമൂഹത്തിലെ ഏറ്റവും വലിയ ദ്വീപാണ് ഡീഗോ ഗാർസിയ. ബ്രിട്ടീഷ് അമേരിക്കൻ സൈന്യങ്ങൾ സംയുക്തമായി പ്രവർത്തിക്കുന്ന ദ്വീപിൽ നിലവിൽ ബ്രിട്ടനും ഒരു സൈനിക താവളം നിലനിർത്തുന്നുണ്ട്.
പശ്ചിമേഷ്യയിൽ വർദ്ധിച്ചുവരുന്ന സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ട്രംപ് ഭരണകൂടം അടുത്തിടെയായി ദീർഘദൂര ബോംബർ വിമാനങ്ങളെ ഈ സൈനിക താവളങ്ങളിലേക്ക് വിന്യസിച്ചിട്ടുണ്ട്. മേഖലയിലെ ഏതെങ്കിലും താവളത്തിൽ നിന്ന് ഇറാൻ ആക്രമിക്കപ്പെട്ടാൽ ബ്രിട്ടീഷ് അമേരിക്കൻ സേനകളെ ലക്ഷ്യമിടുന്നതിൽ ഒരു വിട്ടുവീഴ്ചയും ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകുകയില്ല എന്നാണ് IRGCയുടെ വെല്ലുവിളി. അമേരിക്കയുടെ ഏതെങ്കിലും ശത്രുതാപരമായ നടപടിക്കും മറുപടിയായി ഡീഗോ ഗാർസിയ താവളത്തിൽ ബാലിസ്റ്റിക് മിസൈലുകളും ചാവേർ ഡ്രോണുകളും ഉപയോഗിച്ച് ആക്രമണം നടത്തുമെന്നാണ് ഇറാനിയൻ സ്റ്റേറ്റ് മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നത്. അത്തരം ആക്രമണങ്ങളിൽ ഉപയോഗിക്കാവുന്ന ആയുധങ്ങളുമായി ഖൊറാ-ഷഹർ മിസൈലിന്റെയും ഷാഹദ് ഡ്രോണുകളുടെയും പുതിയ പതിപ്പുകൾ ഇറാൻ രംഗത്തിറക്കിയിട്ടുണ്ട് എന്നാണ് വിവരങ്ങൾ. മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ നാവിക താവളങ്ങളും ആക്രമിക്കുമെന്നാണ് ഇറാന്റെ മുന്നറിയിപ്പ്. ഇതോടൊപ്പം മേഖലയിലെ അമേരിക്കൻ യുദ്ധക്കപ്പലുകളും ഇറാന്റെ പ്രധാന ലക്ഷ്യങ്ങളാകും. ഹൂതികളുടെ ആക്രമണങ്ങൾ പ്രതിരോധിക്കാൻ തന്നെ കഷ്ടപ്പെടുകയാണ് അമേരിക്കയും അമേരിക്കയുടെ യുദ്ധക്കപ്പലുകളുമെന്ന് ഇറാൻ ഇപ്പോൾ പരിഹാസം ഉയർത്തിയിട്ടുണ്ട്. ആ സ്ഥിതിക്ക് ഇറാൻ പൂർണ്ണ തോതിലുള്ള ആക്രമണം അഴിച്ചുവിട്ടാൽ അത് തടയാൻ പോലും അമേരിക്കയ്ക്ക് കഴിയില്ല എന്നാണ് ഖമനേയി വെല്ലുവിളിച്ചിരിക്കുന്നത്. ഇറാൻ ആണവ പദ്ധതി ഉപേക്ഷിക്കണമെന്ന് അധികാരമേറ്റെടുത്തപ്പോൾ മുതൽ ട്രംപ് ആവശ്യപ്പെടുന്നതാണ്. വിവിധ പ്രതിരോധ ഗ്രൂപ്പുകളുമായുള്ള ബന്ധം ഇറാൻ വിച്ഛേദിക്കുകയും മിസൈൽ, ഡ്രോണുകൾ എന്നിവയുടെ ശേഷി പരിമിതപ്പെടുത്തുകയും ചെയ്യണമെന്നും ട്രംപ് പറഞ്ഞിരുന്നു. NBC ന്യൂസിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു അമേരിക്കയുമായി ഒത്തുതീർപ്പിലെത്തിയില്ലെങ്കിൽ ഇറാന് മറുപടി ബോംബിംഗ് ആയിരിക്കുമെന്ന് ട്രംപ് ഭീഷണി മുഴക്കിയത്. അവർ ഒരു കരാറിൽ എത്തിയില്ലെങ്കിൽ ബോംബ് ആക്രമണം ഉണ്ടാകും. അവർ ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ബോംബ് ആക്രമണമായിരിക്കും അത്. ഇറാൻ കരാറിൽ എത്തിയില്ലെങ്കിൽ 4 വർഷം മുൻപ് ഞാൻ ചെയ്തതുപോലെ ഞാൻ അവരുടെ മേൽ ഇരട്ട ചുങ്കം ചുമത്താൻ സാധ്യതയുണ്ടെന്നും ട്രംപ് പറഞ്ഞിരുന്നു. ഇതൊക്കെ പറയാൻ ട്രംപും അമേരിക്കയും ആരാണ് എന്നാണ് ഇറാൻ സൈന്യം തിരികെ ചോദിച്ചിരിക്കുന്നത്. ആക്രമിച്ച ചരിത്രമല്ലാതെ തിരിച്ചടിയുടെ ചരിത്രം സമീപകാലങ്ങളിൽ ഉണ്ടാകാത്തതാണ് അമേരിക്കയുടെ അഹന്തയ്ക്ക് കാരണമെന്നും ലോക പോലീസിന്റെ ഈ ധാർഷ്ട്യം തങ്ങൾ തീർത്തു തരാമെന്നുമാണ് ഇറാൻ സൈന്യം വെല്ലുവിളിച്ചത്. ഇറാന്റെ ഈ ആത്മവിശ്വാസത്തിന് പിന്നിൽ ആവനാഴിയിലെ ഇതുവരെ ലോകം കാണാത്ത ആയുധങ്ങളാണെന്ന് പാശ്ചാത്യ മാധ്യമങ്ങൾ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. എന്തായാലും വിഷയം ഒരു പൊട്ടിത്തെറിയുടെ വക്കിൽ നിൽക്കുകയാണ്. പശ്ചിമേഷ്യയിൽ ഇതുവരെ നമ്മൾ ഭയപ്പെട്ടിരുന്നത് ഇസ്രയേൽ ഇറാൻ യുദ്ധം ഉണ്ടാകുമോ എന്നായിരുന്നു. എന്നാൽ ഇസ്രയേൽ ഇറാൻ യുദ്ധമല്ല, അമേരിക്ക ഇറാൻ യുദ്ധമാണ് നടക്കാൻ പോകുന്നത് എന്ന ഭീതിയാണ് ഉടലെടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെയാണ് ഗാസയിൽ ഹമാസിൻ്റെ മറ്റ് ചില നേതാക്കൾ തല ഉയർത്തി ഇസ്രയേലിനെയും അമേരിക്കയെയും ബോംബിട്ട് തകർക്കണം എന്ന ആഹ്വാനം മുഴക്കിയിരിക്കുന്നത്. ശക്തമായ ഇടപെടലിലേക്ക് ഗാസയിൽ ഇസ്രയേൽ ഇറങ്ങിയിരിക്കുകയാണ്. പിടിച്ചെടുക്കാത്ത, ഇതുവരെ വെറുതെ വിട്ടിരുന്ന മറ്റു ഭാഗങ്ങളിലേക്ക് കൂടി ഇരച്ചെത്തണമെന്നും ഉടൻ ആ പ്രദേശങ്ങൾ പിടിച്ചെടുക്കണമെന്നും ഇസ്രയേൽ പ്രതിരോധ മന്ത്രി കാറ്റ്സ് ഉത്തരവിട്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ എത്രയും പെട്ടെന്ന് ഒരു ആക്രമണത്തിന് തയ്യാറായി നിൽക്കണമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ സൈന്യത്തിന് കൊടുത്തിരിക്കുന്ന മുന്നറിയിപ്പും. എന്തും സംഭവിക്കാം എന്നുള്ള ഒരു ഘട്ടമാണ് ഇപ്പോൾ സംജാതമായിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.